പലിശക്കെണിയിൽപ്പെട്ട് ജപ്തി ഭീഷണി നേരിടുന്ന സാധാരണക്കാരന്റെ വീട്ടുപടിക്കൽ ബാങ്ക് ഉദ്യോഗസ്ഥരെത്തുമ്പോൾ ഒരു ജനപ്രതിനിധിയോ പൊതുപ്രവർത്തകനോ എങ്ങനെ ഇടപെടാമെന്നതിന് മാതൃകയാവുകയാണ് ബി.ജെ.പി. ജില്ലാ പ്രസിഡന്റ് സന്ദീപ് വാചസ്പതി. മാന്നാറിൽ പട്ടികജാതി കുടുംബത്തെ കുടിയിറക്കാനെത്തിയ സ്വകാര്യ ബാങ്ക് ജീവനക്കാരെയും അധികൃതരെയും ശക്തമായി പ്രതിരോധിച്ച് തിരിച്ചയച്ച സന്ദീപിന്റെ നടപടി ഇപ്പോൾ ചർച്ചയാവുകയാണ്. അമിത പലിശയും നിയമക്കുരുക്കുകളും ഉപയോഗിച്ച് സാധാരണക്കാരെ തെരുവിലിറക്കുന്ന ബാങ്ക് നടപടികൾക്കെതിരെയുള്ള കൃത്യമായ താക്കീതായാണ് ഈ സംഭവം വിലയിരുത്തപ്പെടുന്നത്. മാന്നാർ ഗ്രാമപഞ്ചായത്തിലെ കുടുംബത്തിന് നേരെയായിരുന്നു ബാങ്കിന്റെ കുടിയിറക്കൽ നീക്കം. യാതൊരു മുൻകരുതലോ മാനുഷിക പരിഗണനയോ ഇല്ലാതെ അധികൃതർ എത്തിയതോടെ സന്ദീപ് വാചസ്പതി സ്ഥലത്തെത്തുകയും നിയമപരമായ വസ്തുതകൾ ചൂണ്ടിക്കാണിച്ച് അവരെ നേരിടുകയും ചെയ്തു. പാവപ്പെട്ട കുടുംബങ്ങളെ ഭീഷണിപ്പെടുത്തി ആധാരങ്ങൾ കൈക്കലാക്കുന്ന ബാങ്ക് ഉദ്യോഗസ്ഥരോട് വിട്ടുവീഴ്ചയില്ലാത്ത ഭാഷയിലാണ് അദ്ദേഹം സംസാരിച്ചത്. സന്ദീപിന്റെ ഉറച്ച നിലപാടിന് മുന്നിൽ മറുപടിയില്ലാതെ ബാങ്ക് സംഘത്തിന് മടങ്ങേണ്ടി വന്നു. ഈ ദൃശ്യങ്ങൾ പകർത്തിയ വീഡിയോ ഇപ്പോൾ രാഷ്ട്രീയ ഭേദമന്യേ വലിയ പ്രശംസയാണ് നേടുന്നത്. ഓട്ടിസം ബാധിച്ച കുട്ടിയുള്ള വീട്ടിലായിരുന്നു ബാങ്കിന്റെ ഇടപെടൽ. ആരെയും വീട്ടിൽ നിന്നും പുറത്തിറക്കുന്ന ജപ്തിക്കെതിരെ കേരളത്തിൽ നിയമം പോലുമുണ്ട്. ഇതിന്റെ ലംഘനമാണ് സംഭവിച്ചത്. മാധ്യമപ്രവർത്തനത്തിന്റെ കുപ്പായം അഴിച്ചുവെച്ച് പൊതുപ്രവർത്തനത്തിലേക്ക് ഇറങ്ങിയ സന്ദീപ് വാചസ്പതി ജനകീയ വിഷയങ്ങളിൽ പുലർത്തുന്ന ജാഗ്രതയാണ് ഈ സംഭവത്തിലൂടെ വീണ്ടും തെളിയിക്കപ്പെടുന്നത്. മാതൃഭൂമി ന്യൂസിലെ ജോലി രാജിവെച്ച് മുഴുവൻ സമയ രാഷ്ട്രീയക്കാരനായ അദ്ദേഹം നിലവിൽ ബി.ജെ.പി. ആലപ്പുഴ ജില്ലാ പ്രസിഡന്റായി പ്രവർത്തിച്ചു വരികയാണ്. അധികാരത്തിനോ സ്ഥാനമാനങ്ങൾക്കോ അപ്പുറം സാധാരണക്കാരന്റെ കണ്ണുനീരൊപ്പാൻ താൻ എന്നും മുൻപന്തിയിലുണ്ടാകുമെന്ന് സന്ദീപ് ഈ പോരാട്ടത്തിലൂടെ വ്യക്തമാക്കുന്നുണ്ട്.